തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വിജയം കണ്ടിട്ട് അമിത ആത്മവിശ്വാസം കാണിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ പിന്നോട്ട് നയിക്കും. കോൺഗ്രസ് ആ ഒരു ആത്മവിശ്വാസത്തിൽ പ്രവർത്തിക്കാതെ വീട്ടിലിരുന്നു കഴിഞ്ഞാൽ പിന്നെ എന്നും വീട്ടിലിരിക്കേണ്ടി വരുമെന്നാണ് മുതിർന്ന നേതാവ് AK ആന്റണി സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സുനിൽ കനകോലുവിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം വലിയ തരത്തിൽ ആത്മവിശ്വാസത്തിലുണ്ടായിരുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും അണികൾക്കും വലിയൊരു തിരിച്ചടി തന്നെയാണ് സംഭവിച്ചിട്ടുള്ളതെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമസ്കാരം. കനകോലുവിന്റെ റിപ്പോർട്ട് ചോർന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണല്ലോ ഇന്ന് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട ഒരു മാധ്യമം ആ ഒരു വാർത്തയും അതിൽ നിന്ന് ചോർന്ന പ്രസക്ത ഭാഗങ്ങളും ഒക്കെ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ അതിൽ നിന്ന് സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികൾക്കും തുല്യമായ ഒരു സാധ്യതയാണ് നിലവിൽ ഉള്ളത് എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ആ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് 40% വീതം വോട്ട് ഷെയറുകൾ ഇരു മുന്നണികൾക്കും LDFനും UDFനും ലഭിക്കാൻ സാധ്യതയുണ്ട്. അത്രയും ടൈറ്റായ ഒരു മത്സരമാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു സൂചന അദ്ദേഹം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ മുന്നിൽ ഈ റിപ്പോർട്ട് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു വിജയം കണ്ടിട്ട് ആത്മവിശ്വാസം കാണിക്കാൻ കഴിയില്ല. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുള്ള തരത്തിലാണ് സുനിൽ കനകോലു റിപ്പോർട്ട് പറയുന്നത്. തിരുവനന്തപുരം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട് ജില്ലകൾ കോൺഗ്രസിന്റെ ഒരു സ്വാധീനം വളരെ പിന്നിലാണെന്നാണ് സുനിൽ കനകോലുവിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ അവിടെയെല്ലാം മുന്നോട്ട് വന്നാൽ മാത്രമേ കോൺഗ്രസ് പ്രതീക്ഷിച്ച ഒരു ഭരണമാറ്റം കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നാണ് സുനിൽ കനകോലുവിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് അതിൽ നിന്ന് വ്യക്തമാകുന്നു. അപ്പോൾ ആ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകണമെങ്കിൽ നേതാക്കന്മാരോട് ജില്ല തിരിച്ച് അതുപോലെ മണ്ഡലാടിസ്ഥാനത്തിൽ ജനങ്ങളെ പോയി കണ്ട് സർക്കാരിനെതിരായ പരാജയങ്ങളും അതുപോലെ തന്നെ അവർക്കെതിരെയുള്ള കാര്യങ്ങളും ജനവിരുദ്ധ വികാരമായി ആളിക്കത്തിക്കുക എന്നുള്ള ഒരു കാര്യം കൂടെ നേതാക്കന്മാർ താഴേക്കിടയിലേക്ക് പറഞ്ഞിട്ടുണ്ട്. അണികൾ അതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ അദ്ദേഹം പറയുന്നത് ഈ ജനങ്ങളെ കയ്യിലെടുക്കണമെങ്കിൽ കേരളത്തിൽ ജനകീയ യാത്രകൾ പ്രധാനപ്പെട്ട നേതാക്കൾ VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് തുടങ്ങിയവർ നയിക്കുന്ന പ്രധാനപ്പെട്ട ജാഥകൾ കാസർഗോഡ് മുതൽ തന്നെ തിരുവനന്തപുരം വരെ നടത്തണമെന്നുള്ള ഒരു റിപ്പോർട്ട് കൂടെ നേതാക്കന്മാരുടെ മുന്നിൽ കനകോലു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ മുന്നണി തീരുമാനിച്ച് പുതിയ യാത്രകൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് UDF ടീം എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ സുനിൽ കനകോലുവിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വലിയ തരത്തിലുള്ള ആത്മവിശ്വാസത്തിലുണ്ടായിരുന്ന നേതാക്കന്മാർക്കും അണികൾക്കും അതൊരു വലിയൊരു തിരിച്ചടി ഏക്കുന്ന ഒരു തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് സുനിൽ കനകോലു മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ റിപ്പോർട്ട് പ്രകാരം ഇവിടെ ശക്തമായൊരു പോരാട്ടം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു എന്നുള്ളതാണ് നേതാക്കന്മാർ ഉൾപ്പെടെ അവർ ആ ഒരു ബോധ്യത്തിലേക്ക് അവർ വന്നിരിക്കുന്നത്.